ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് 4 പേർക്ക് കഴിക്കാവുന്ന ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി 2 കപ്പ് ബസുമതി റൈസ് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഒരു കുക്കറിലേക്ക് 2.5 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് 2 തക്കോലം, ഒരു കറുവപ്പട്ടയുടെ പീസ്, 2 ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു നുള്ള് പെരുംജീരകം, വലിയ ജീരകം, ഒരു നുള്ള് കുരുമുളക് ഇവ ചേർത്ത് ഒന്ന് ചൂടാക്കി ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കണക്കിൽ, 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് തിളയ്ക്കാൻ വയ്ക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. ഇതിനുശേഷം വെള്ളം തിളയ്ക്കുമ്പോൾ കഴുകി വച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർക്കാം. അരി ചേർത്തതിന് ശേഷം തീ ചെറുതീയിൽ വയ്ക്കാതെ അതേ തീയിൽ തന്നെ ഒന്ന് തിളച്ചതിന് ശേഷം അരിയും വെള്ളവും സമമായതിനു ശേഷം ലോ ഫ്ലെയിമിൽ തീയാക്കി കുക്കറിൻ്റെ വെയിറ്റോടു കൂടി തന്നെ മൂടി ഇട്ട് വയ്ക്കുക. മൂടി വെച്ചതിന് ശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. അതിനുശേഷം ഇറക്കി വെച്ച് 15 മിനിറ്റ് മൂടി തുറക്കാതെ വയ്ക്കുക. ഇപ്പോൾ അടിപൊളി ഫ്രൈഡ് റൈസ് തയ്യാറാണ്. ഇനി ഇതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞ് വറുത്തെടുത്തത് ചേർക്കാം. ഇനി സവാള വറുക്കുമ്പോൾ വറുത്തിടുന്ന പാത്രത്തിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ചൂടോടെ സവാള അതിലേക്ക് ഇടാം. അപ്പോൾ സവാളയ്ക്ക് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിക്ക് പച്ചമണം ഉണ്ടാവുകയില്ല. ഇനി മല്ലിയില അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർക്കാം. ഫുഡ് കളർ ചേർക്കാതെ തന്നെ യെല്ലോ കളറിലുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ്. ചിക്കൻ കറിയുടെ കൂടെയും ഫ്രൈയുടെ കൂടെയും അടിപൊളി ടേസ്റ്റോട് കൂടി കഴിക്കാവുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അളവുകൾ തെറ്റാതിരുന്നാൽ ഒട്ടിപ്പിടിക്കാത്ത അടിപൊളി ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.